നമുക്ക് വളരെ തുറന്ന് ഒരു കാര്യം സംസാരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആരോടും പറയാത്ത, എന്നാൽ ദിവസവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഇതൊരു സാധാരണ കാര്യമായിട്ട് തോന്നും. ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുക, മാസ്റ്റർബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും അത്തരം കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ ചോദിക്കുമ്പോൾ പലരും പറയും, ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന്. ഒറ്റ നോട്ടത്തിൽ ഇത് വെറും ഒരു ശീലമായിട്ട് തോന്നാം. ഈ ഒരു ശീലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ സ്വയം വിശ്വസിപ്പിക്കുന്നുണ്ടാകും. എന്നാൽ സത്യം അതല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട പലതും ഈ ഒരൊറ്റ ശീലം കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ വില എന്താണെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശരിക്കും എന്തിനാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എപ്പോഴെങ്കിലും ശാന്തമായിട്ടിരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ലൈംഗികാസക്തിയോ അല്ലെങ്കിൽ വെറും ഒരു ആഗ്രഹമോ ആയിട്ട് തോന്നാം. എന്നാൽ സൈക്കോളജി പറയുന്നത് മറ്റൊന്നാണ്. സത്യത്തിൽ ഇതൊരു ഒളിച്ചോട്ടമാണ്. നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ഒളിച്ചോട്ടം. നിങ്ങളുടെ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ കണ്ടെത്തുന്ന വളരെ എളുപ്പമുള്ള ഒരു രക്ഷപ്പെടൽ മാത്രമാണിത്. ചിലർക്ക് വെറുതെ ഒന്നും ചെയ്യാതിരിക്കാൻ ഭയമാണ്. ചുറ്റും ഭയങ്കര നിശബ്ദത വരുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. ആ നിശബ്ദതയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിയുന്നു. മറ്റു ചിലർക്ക് അത് സ്ട്രെസ്സാവാം. പഠിക്കാനിരിക്കുമ്പോൾ വല്ലാത്തൊരു മടുപ്പ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ടെൻഷൻ, അതുമല്ലെങ്കിൽ ജീവിതത്തിലെ ഒറ്റപ്പെടൽ. ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കാൻ, ആ ഒരു നിമിഷത്തെ വിഷമം മാറ്റാൻ ആളുകൾ ഈ ശീലത്തെ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുകയാണ്. മൂഡ് ശരിയല്ലാത്തപ്പോൾ ചിലർ മദ്യപിക്കാനോ പുകവലിക്കാനോ പോകുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ആ ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും മറക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും പഴയ അതേ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. സത്യത്തിൽ നിങ്ങളൊരു തടവറയിലാണുള്ളത്. ആ തടവറയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ നിങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എന്തിൽ നിന്നാണ് നിങ്ങൾ ശരിക്കും ഓടി ഒളിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ഈ ഓട്ടം നിർത്താൻ കഴിയില്ല. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത് എന്ന് ഓർത്തു നോക്കും. ആ ഒരു നിമിഷത്തെ സന്തോഷം കഴിയുമ്പോൾ പിന്നെയുള്ളത് വല്ലാത്തൊരു ശൂന്യതയാണ്. കുറ്റബോധം, സ്വയം തോന്നുന്ന ഒരു വെറുപ്പ്, കണ്ണാടിയിൽ സ്വന്തം മുഖത്ത് നോക്കാൻ പോലുമുള്ള ഒരു മടി. ഈ ശൂന്യത മാറ്റാൻ നമ്മൾ വീണ്ടും വീണ്ടും ഇതേ തെറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു കുഴിയിൽ നിന്ന് പുറത്തു കടക്കാൻ നമ്മൾ ആ കുഴി വീണ്ടും വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും അവസാനിക്കാത്ത ഒരു ലൂപ്പാണ്. ഇതിൽ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു തവണ ഈ രീതിയിൽ ഒളിച്ചോടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന് പിന്നെ എപ്പോഴും അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിലെ സയൻസ് വളരെ ലളിതമാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴോ ചെയ്യുമ്പോഴോ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് നിങ്ങളുടെ ബ്രെയിന് വിശ്വസിക്കുന്നത്. ആ സമയത്ത് നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കല് വലിയ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഡോപ്പമിനാണ് നമുക്ക് സന്തോഷം നൽകുന്നത്. അപ്പോൾ ബ്രെയിന് വിചാരിക്കും, ഓഹോ, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്, അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന്. ബ്രെയിനിനെ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അതിന് ആ കെമിക്കൽ കിട്ടണം, അത്രമാത്രം. പക്ഷേ പ്രശ്നം അവിടെ തീരുന്നില്ല. ഒരു തവണ നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ബ്രെയിന് എപ്പോഴും ഇതിനു വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. നിങ്ങൾ പുറത്തു പോകുമ്പോഴോ, ഒരു മാളിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ വെറുതെ ഫോണിൽ ഒരു സിനിമ കാണുമ്പോഴോ ഒക്കെ നിങ്ങളുടെ കണ്ണുകൾ അറിയാതെ ഇത്തരം കാര്യങ്ങൾ മാത്രം തിരയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തിനധികം പറയുന്നു, ഒരു സാധാരണ കാര്യം കാണുമ്പോൾ പോലും അതിൽ നിന്ന് എങ്ങനെ ഈ ഡോപ്പമിൻ ഉണ്ടാക്കാം എന്നാണ് ബ്രെയിന് ചിന്തിക്കുന്നത്. ഇതൊരു ഡ്രഗ് അഡിക്ഷൻ പോലെ തന്നെയാണ്. കൊക്കൈൻ ഉപയോഗിക്കുന്ന ഒരാളുടെ അതേ മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നത്. കൂടുതൽ ചെയ്യുന്തോറും നിങ്ങൾ കൂടുതൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടത് സന്തോഷമാണ്, അല്ലേ? ഒരുപാട് വർഷങ്ങൾ എടുത്തു നടത്തിയ പല പഠനങ്ങളും റിസർച്ചുകളും പറയുന്നത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് അവൻ മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കുന്ന ബന്ധങ്ങളിലാണ് എന്നാണ്. കുടുംബം, സുഹൃത്തുക്കൾ, പങ്കാളി എന്നിവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എത്രത്തോളം ദൃഢമാണോ അത്രത്തോളം നിങ്ങൾ ജീവിതത്തിലെ സന്തോഷവാനായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം വളരെ പവിത്രമാണ് എന്നുള്ളതാണ്. അതൊരു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹമാകാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാകാം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മബന്ധമാകാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വാസമാകാം. എന്നാൽ ഇത്തരം അഡിക്ഷനുകളിൽ വീണു പോകുമ്പോൾ
പെൺകുട്ടികളെ നോക്കിക്കാണുന്ന നിങ്ങളുടെ രീതി തന്നെ പൂർണ്ണമായിട്ടും മാറുകയാണ് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റുകളിലും കണ്ടു ശീലിച്ച അതേ കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങൾ പിന്നെ യഥാർത്ഥ ലോകത്തുള്ള സ്ത്രീകളെയും നോക്കിക്കാണുന്നത്. നിങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ സ്ത്രീകളെ ഇങ്ങനെയായിരുന്നു നോക്കി കണ്ടിരുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെക്കുറിച്ചുള്ള മറ്റു പല ചിന്തകളുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുമായിട്ട് ഉണ്ടാക്കേണ്ട ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. സ്നേഹവും വിശ്വാസവും ബഹുമാനവും ഒക്കെ പോയിട്ട് പകരം വെറും ശാരീരികമായിട്ടുള്ള ആകർഷണം മാത്രമായിട്ട് അത് മാറുകയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ പൂർണ്ണമായിട്ടും വിഷലിപ്തമായിട്ട് കഴിഞ്ഞു. ഇത് മാനസികമായിട്ടും മാത്രമല്ല, ശാരീരികമായിട്ടും നിങ്ങളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും വിലപ്പെട്ട എനർജിയും മിനറൽസും വിറ്റാമിനുകളുമാണ് ഇതിലൂടെ നഷ്ടപ്പെടുന്നത്. നിങ്ങൾ ശാരീരികമായിട്ട് വളരെ വീക്കാകുന്നു. എപ്പോഴും ഒരു ക്ഷീണം, ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ. ശരീരത്തിൽ എനർജി ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കുക? എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കുക? എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുക? എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കുക? ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുകയാണ് എന്ന് തോന്നാം. പക്ഷേ സത്യം ഇതാണ്, നിങ്ങളുടെ എല്ലാ മോട്ടിവേഷനും നിങ്ങളുടെ ആത്മവിശ്വാസവും ഈ ഒരൊറ്റ ശീലം കാരണം ഇല്ലാതാവുകയാണ്. ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയാൻ കാരണം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് ആളുകളുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുറ്റബോധം, സ്വന്തം മുഖത്ത് നോക്കാനുള്ള നാണക്കേട്, വീണ്ടും വീണ്ടും സ്വയം കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ തെറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദേഷ്യം, ഇതെല്ലാം എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡമുണ്ട്. നമ്മുടെ ജീവിതം നമ്മുടെ സ്വന്തം കൺട്രോളിലാകുമ്പോൾ കിട്ടുന്ന ഒരു പവർ, സ്ത്രീകളെ ബഹുമാനത്തോടെ നോക്കാൻ കഴിയുമ്പോൾ, നല്ലൊരു കുടുംബം ഉണ്ടാകുമ്പോൾ, ശരിക്കും ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് മാറുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തിൽപ്പെട്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും തീർച്ചയായിട്ടും പുറത്തു കടക്കാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പഴയ നിങ്ങളായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി നമുക്ക് എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം എന്ന് നോക്കാം. ഇതിനായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അടുത്ത തവണ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ തോന്നുന്ന സമയത്ത്, അതായത് ഫോൺ എടുത്ത് അത്തരം വീഡിയോകൾ കാണാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനോ തോന്നുമ്പോൾ വെറും ഒരു 60 സെക്കൻഡ് നിങ്ങളൊന്ന് വണ്ടി നിർത്തണം. അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏത് വികാരത്തിൽ നിന്നാണ് ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്? ചിലപ്പോൾ അത് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലുള്ള പേടിയായിരിക്കാം, പരാജയപ്പെടുമോ എന്ന ഭയമായിരിക്കാം, മരണം പോലെയുള്ള ചിന്തകളാകാം. എന്ത് തന്നെയായാലും ആ 60 സെക്കൻഡ് നിങ്ങൾ ആ ഒരു ഫീലിങ്ങിൻ്റെ കൂടെ തന്നെ ഇരിക്കണം. അതിൽ നിന്ന് ഒളിച്ചോടരുത്. ആ ശ്വാസം മുട്ടൽ അനുഭവിച്ച് തന്നെ അറിയണം. നിങ്ങൾ അങ്ങനെ അതിനെ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പതിയെ ആ ഫീലിംഗ് നിങ്ങളെ വിട്ടുപോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയും. പലപ്പോഴും ഇതിൻ്റെ എല്ലാം വേരുകൾ കിടക്കുന്നത് നമ്മുടെ കുട്ടിക്കാലത്താണ്. ഉദാഹരണത്തിന് ചിലർക്ക് ഈ സൈലന്റ് എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്, അതായത് നിശബ്ദത. അവർക്ക് എപ്പോഴും ചുറ്റും എന്തെങ്കിലും ബഹളം വേണം. ഇതിന് കാരണം അവരുടെ കുട്ടിക്കാലത്ത് വീട്ടിലെപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ വഴക്കുകളോ ഉണ്ടായിരുന്നിരിക്കാം. എപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത് എന്ന് പേടിച്ച് എപ്പോഴും ഒരു ഹൈ അലർട്ടിൽ ആയിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിശബ്ദത എന്ന് പറഞ്ഞാൽ എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് അവരുടെ ബ്രെയിൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുതിർന്ന് കഴിയുമ്പോഴും അവർക്ക് ഒറ്റയ്ക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ കഴിയാത്തത്. ശാന്തത എന്നാൽ അപകടം എന്നാണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നത്. ആ ഒരു അപകടത്തിൽ നിന്ന്, ആ ഒരു പേടിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവർ ഇത്തരം ശീലങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ പറയുക, ഇപ്പോൾ ഞാൻ സുരക്ഷിതമാണ്, ആ പഴയ കാലം കഴിഞ്ഞുപോയി, ഇനി ഒന്നും പേടിക്കാനില്ല എന്നും എനിക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ കഴിയുമെന്നും. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ പഴയ ശീലത്തിലേക്ക് പോകാൻ തോന്നുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എനിക്ക് എന്നെ തന്നെ നശിപ്പിക്കണോ അതോ എനിക്ക് എന്നെ തന്നെ വളർത്തിയെടുക്കണോ എന്ന്. ഓരോ തവണ നിങ്ങൾ അതിൽ നിന്നും പിന്തിരിയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ശീലങ്ങളൊക്കെ നിർത്തി, എന്നാലും എനിക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുന്നു എന്ന്. ആ ശൂന്യത എങ്ങനെ മാറ്റാമെന്നല്ലേ? അതിനും ഒരു വഴിയുണ്ട്. നിങ്ങൾ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ജോലി, അങ്ങനെ എല്ലാം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി എന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. ആ നിമിഷത്തിൽ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ജീവനുള്ളതായിട്ട് തോന്നുന്നത്?
ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തണം. അത് ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നതാകാം, ബിസിനസ് ചെയ്യുന്നതാകാം, പാട്ട് കേൾക്കുന്നതാകാം, ട്രാവൽ ചെയ്യുന്നതാകാം, അങ്ങനെ എന്തുമാകാം. ആരും നിങ്ങളെ കാണുന്നില്ലെങ്കിൽ, ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആ ശൂന്യത മാറ്റാൻ കഴിയുന്നത് ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇതൊരു മോശം ശീലം നിർത്തുക എന്നത് മാത്രമല്ല വിഷയം. വെറുതെ ഇതൊക്കെ നിർത്തിയിട്ട് ഒരു മൂലക്ക് പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ ശീലങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു എനർജി, ആ ഒരു സമയം, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യഥാർത്ഥ ജീവിതം കെട്ടിപ്പടുക്കണം. നിങ്ങൾക്ക് പണക്കാരൻ ആകണമെങ്കിൽ അങ്ങനെ ആകാം. നല്ലൊരു കരിയർ ഉണ്ടാക്കണമെങ്കിൽ അത് ചെയ്യാം. നല്ലൊരു കുടുംബം ഉണ്ടാക്കണമെങ്കിൽ അതും ചെയ്യാം. ആരോഗ്യത്തോടെയും ഇരിക്കാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ജീവിക്കാൻ തുടങ്ങണം. ഈ ലോകം നിങ്ങൾക്ക് വെച്ച് നീട്ടുന്ന വ്യാജ സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകാതെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന യഥാർത്ഥ സന്തോഷം എന്താണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി ജീവിക്കുക. അതാണ് ശരിയായ ജീവിതം. മറ്റേത് വെറും നാശമാണ്. തീരുമാനം എപ്പോഴും നിങ്ങളുടെ കയ്യിലാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാം. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ, ആരും കാണുന്നില്ലെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത് കണ്ടെത്തുക. എന്നിട്ട് ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂറെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങൾക്കായിട്ട് മാത്രം മാറ്റിവെക്കുക. മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ.